ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പെൻ ടൂളിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഈ വീഡിയോയിലും പെൻ ടൂൾ തന്നെയാണ് പറയുന്നത്. ഇവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ പാലറ്റിൽ പാത്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാത്താണെങ്കിൽ നമ്മൾക്ക് ഫില്ലിങ്ങും സ്ട്രോക്കും ഒന്നും കാണാൻ പറ്റില്ല. കൃത്യമായിട്ട് ചെയ്യുന്ന വർക്ക് ക്ലിയർ ആവും. അതുകൊണ്ടാണ് പാത്ത് സെലക്ട് ചെയ്തത്. അപ്പം ഞാനിവിടെ ഒരു ഷേപ്പ് വരക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ട് ഇതിലേക്ക് ചേഞ്ചസ് വരുത്താനാണ് നമ്മൾ കൺവേർട്ട് ആങ്കർ പോയിൻ്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ആങ്കർ പോയിൻറ്റും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ആങ്കർ പോയിൻറ്റുമാണ് സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊന്നുമില്ലാതെ വെറും പെൻ ടൂളും എടുത്തു കഴിഞ്ഞ് ഈ പെൻ ടൂള് വെച്ച് ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ട് ആങ്കർ പോയിൻറ്റുകൾ കാണുന്നുണ്ട് അല്ലേ. ഈ ഓരോ ആങ്കർ പോയിൻറ്റിൻ്റെയും മുകളിൽ അല്ലെ അടുത്ത് കൊണ്ട് വെക്കുമ്പം അവിടെ പെൻ ടൂളിൻ്റെ സൈഡിലായിട്ട് ഒരു മൈനസ് ചിഹ്നം കാണാം. അതായത് നമ്മളിവിടെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് ഡിലീറ്റ് ആവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പാത്തിലെ കൂടി ഈ ലൈനിലെ കൂടി എവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലസ് ചിഹ്നമാണ് കാണുന്നത്. അപ്പം ഒരു ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും പെൻ ടൂളിൽ തന്നെ പാത്തിലെ കൂടി മൂവ് ചെയ്താൽ മതിയോ. ഞാനിവിടെ ഒരു ആങ്കർ പോയിൻ്റ് പ്ലസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾക്ക് ഈ ആങ്കർ പോയിന്റിൽ ഇനി ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മൈനസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വെറുതെ ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ മൈനസ് ചെയ്താലോ മാത്രം പറ്റില്ല. ഇതിനെ ചിലപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കൺട്രോൾ ക്ലിക്ക് ചെയ്യുകയാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഇപ്പോൾ സെൻറ്ററിൽ പിടിച്ച് നീക്കുകയാണെങ്കിൽ ആ ഷേപ്പ് അതേപോലെ അകത്തേക്കും പുറത്തേക്കും വരുന്നതായിട്ട് കാണാൻ പറ്റും. നേരെ മറിച്ച് ഒരു സൈഡിലാണ് പിടിച്ചു വലിക്കുന്നതെങ്കിലോ കണ്ടോ, നമ്മൾക്ക് എങ്ങനെയാണോ അത് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിനെ കൺട്രോൾ ഞാനിപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് തന്നെ അതിന് നീക്കാൻ പറ്റും. അതുപോലെ ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്യുന്നു, കൺട്രോൾ പ്രസ് ചെയ്യുന്നു, ഇതിന് ആവശ്യമുള്ള ഷേപ്പിലേക്ക് നീക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ആങ്കർ പോയിൻറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും കൺട്രോൾ പ്രസ് ചെയ്യുക, അതിന് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ പൊസിഷൻ ഞാനിപ്പം കുറച്ച് ദൂരത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ദൂരത്ത് വെക്കാം. ഒരേപോലെ വരാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നീക്കാം. അതേപോലെ ഇനിയിപ്പം ഈ പോയിന്റിൽ വന്ന് കൺട്രോൾ അല്ലാതെ നമ്മളിപ്പോൾ ഓൾട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോക്കിക്കോളൂ. ഞാനിപ്പം ഈ സെൻറ്ററിലേക്ക് വരുന്നു, ഓൾട്ട് പ്രസ് ചെയ്യുന്നു, ഇവിടെ കണ്ടില്ലേ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓൾട്ട് കൊണ്ടുള്ള ഗുണം, കാരണം ഇവിടെ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഷേപ്പ് ഇങ്ങനെയുമാണ് പോകുന്നത് അല്ലേ. രണ്ട് സൈഡിലേക്ക് ഒരേപോലെ ആംഗിൾ നമുക്ക് നീക്കാൻ പറ്റുന്നു. ഇനി ഈ ഒരു ആംഗിൾ ഒരേപോലെ പോകണ്ടെന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്യുക, ഒരു സൈഡ് മാത്രം ഷേപ്പിലേക്ക് ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഓരോ ഭാഗവും മാറ്റി മാറ്റി ചെയ്യാം, ഒരേ വലിപ്പത്തിലേക്ക് ആക്കാം. ഓക്കെ, ഇപ്പം ഓൾട്ടിൻ്റെ ആവശ്യം, അതായത് കൺട്രോൾ ആവുമ്പം ഷേപ്പ് എങ്ങനെ മാറ്റുന്നു, ഓൾട്ട് ആണെങ്കിൽ ഷേപ്പ് എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാനിതിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പാത്തിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഫില്ലോ സ്ട്രോക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പാത്തിലൊന്ന് ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾക്ക് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. മേക്ക് സെലക്ഷനിലേക്ക് പോവുക, സെലക്ട് കൊടുക്കുക. ഫെദർ റേഡിയസ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചറിന് അതിൻ്റെ ആവശ്യമില്ല. വേറൊരെണ്ണത്തിൽ നമ്മൾക്കത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാനിവിടെ റേഡിയസ് 0 കൊടുത്തു, ഓക്കെ കൊടുക്കുന്നു. ഇതിലെനിക്കിനി ഗ്രേഡിയൻറ്റ് വേണേൽ ചെയ്യാം, ബക്കറ്റ് ഉപയോഗിച്ച് കളറ് ഫില്ല് ചെയ്യാം, അല്ല വേറെ എന്തെങ്കിലും വേണേൽ ചെയ്യാം. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു ഗ്രേഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ പിക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സെലക്ഷൻ്റെ ആവശ്യമില്ല. ഡീസെലക്ട് ചെയ്യാം, കൺട്രോൾ ഡി. ഈ ക്രിയേറ്റ് ചെയ്ത പിക്ചർ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിന് ഒരു സ്ട്രോക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷനും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. എഡിറ്റിൽ പോവാം, സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ നേരിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഡയലോഗ് ബോക്സ് വരും. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 20 ആണ് കൊടുത്തിട്ടുള്ളത്. കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇന്നാണോ സെൻറ്ററാണോ ഔട്ട്സൈഡ് ആണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ അതിൻ്റെ മോഡ് ഒപ്പാസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പം
100% തന്നെയാണുള്ളത്. സെൻറ്ററിലായിട്ടുള്ള രീതിയിലാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ഈ ബ്ലാക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇവിടെ മാർച്ചിങ് ആൻഡ്സ് മൂവ് ചെയ്യുന്നത്. കാണുന്നില്ലേ? അപ്പോൾ നമുക്കൊരു പിക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മാർച്ചിങ് ആൻഡ്സ് അല്ലെങ്കിൽ ഈ സെലക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ സെലക്ഷൻ നീക്കിക്കളയാം. ഈ സെലക്ഷൻ ഉള്ള സമയത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം. ഞാൻ മൂവ് ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്യുന്നു, ഒരു കോപ്പി എടുക്കുന്നു. ഇപ്പം നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു കോപ്പി എടുത്തിരിക്കുന്നത് നമ്മളുടെ ഒറിജിനൽ പിക്ചറും ഒരേ ലെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനം സെലക്ഷനുള്ള ഒരു പിക്ചർ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒറിജിനൽ പിക്ചർ ഇവിടുന്ന് മൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം രണ്ടും ഇരിക്കുന്നത് ഒരേ ലെയറിൽ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സെലക്ഷനുള്ള സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ കോപ്പി എടുക്കുകയാണെങ്കിൽ അത് മൊത്തം ഒരേ ലെയറിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് എഡിറ്റിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എപ്പോഴും ഈ സെലക്ഷൻ നീക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കോപ്പി എടുക്കാൻ പാടുള്ളൂ. ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാണ്, ഡീസെലക്ട് ചെയ്യാണ്. ഇത് ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തൊരു കോപ്പി എടുക്കുന്നു. ഇപ്പോൾ ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി എടുത്ത സമയത്ത് ഇത് വന്നിരിക്കുന്നത് വേറൊരു ലെയറിലാണ്. അപ്പോൾ ഇതുപോലെ വേറെ വേറെ ലെയറിൽ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ലെയറിലുള്ളതാണോ നീക്കേണ്ടത്, ഇപ്പം ഞാൻ ലെയർ 1-ലാണുള്ളത്, ആ ലെയർ 1-ലുള്ള സാധനം എനിക്ക് എപ്പോൾ വേണേലും ഏത് സമയത്ത് വേണേലും നീക്കുക. ഇനിയിപ്പം രണ്ടാമത്തെ ലെയർ 1-ൻ്റെ കോപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഏത് സമയം എങ്ങനെ വേണേലും നീക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ എടുത്തിരിക്കുന്ന കോപ്പി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലെയർ നേരിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ 2 ലെയർ ഉണ്ട്, 2 ലെയറിൽ ഒന്നാമത്തെ ലെയറിൽ പോകുന്നു, ഒന്നാമത്തെ ലെയർ ഇത്തിരി താഴേക്ക് നീക്കി കൊടുക്കുന്നു. ഇനി ഈ രണ്ടാമത്തെ ലെയറിൽ ചെയ്തത് ഈ ഒന്നാമത്തെ ലെയറുമായി കണക്ട് ചെയ്തൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രാൻസ്ഫോം ആണ് കേട്ടോ. അത് കൺട്രോൾ ടി കൊടുക്കുന്നു, ഞാനതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് നിന്നോളും. ഇനി ഞാനിത് രണ്ടും ചേർത്ത് വെക്കുന്നു. ചേർത്ത് വെക്കുമ്പോൾ പൊസിഷനും കറക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ ഒക്കെ യൂസ് ചെയ്യാവേ. അതിനുശേഷം എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഞാനിത് രണ്ടും കണക്ട് ചെയ്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് രണ്ടും ഇപ്പോൾ 2 ലെയറിലാണുള്ളത്. പക്ഷെ എനിക്കിത് രണ്ടും ഒരുമിച്ച് നീക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൺട്രോൾ ഇ പ്രസ് ചെയ്യുക. കൺട്രോൾ ഇ എന്ന് പറയുന്നത് ഷോർട്ട് കീ ആണ്. ലെയറിൽ പോവുക, ഇവിടെ നമുക്ക് മേർജ് ഡൗൺ കാണും. ഒന്നെങ്കിൽ ലെയറിൽ വന്ന് മേർജ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ഇ പ്രസ് ചെയ്യുക. ഇപ്പം നമുക്ക് ഈ പിക്ചർ ഒറ്റ പിക്ചറായിട്ടാണ് കിട്ടുക. കണ്ടില്ലേ? ഇപ്പം ഇത് നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് പെൻ ടൂളിലെ പാത്ത് വഴിയാണ് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് ഷേപ്പ് വഴിയും ചെയ്യാൻ പറ്റുന്നത്. ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പെൻ ടൂളിൽ പാത്ത് വഴി ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഡോട്ടഡ് ലൈൻസ് ക്ലിയർ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്ത വർക്ക് ഡിലീറ്റ് ചെയ്യുകയാണ്. പുതിയൊരു ലെയർ എടുക്കുന്നു. അപ്പം ഞാൻ ഷേപ്പാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഷേപ്പും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷേപ്പിൽ വന്നു. നേരത്തെ പോലെ തന്നെ ഒരു ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. നേരത്തെ ചെയ്ത അതേ രീതിയിൽ പെൻ ടൂൾ തന്നെയാണ്. നമ്മൾ ആഡ് ആങ്കർ പോയിൻറ്റോ ഡിലീറ്റ് ആങ്കർ പോയിൻറ്റോ അതൊന്നും എടുക്കാതെ തന്നെ ഈ ലൈനിൽ വരുന്ന സമയത്ത് പ്ലസ് കാണാം, അതേപോലെ ആങ്കർ പോയിൻറ്റിൽ വരുമ്പോൾ മൈനസും കാണാൻ പറ്റും. അപ്പം നേരത്തെ ഷേപ്പിലായാലും പാത്തിലായാലും നമ്മളിപ്പോൾ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഷേപ്പിലാണ് നമ്മൾ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാത്ത് നമ്മൾക്ക് ഇപ്പം ഞാൻ ചെയ്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പാത്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സെലക്ഷന് വേണ്ടി നമുക്ക് പാത്ത് ഉപയോഗിക്കാം. അപ്പോൾ പാത്ത് ഉപയോഗിച്ചിട്ട് സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഷേപ്പ് ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ കൂടുതൽ ആങ്കർ പോയിൻറ്റും കൺവേർട്ട് ചെയ്യുന്നതും അതേ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നേരിട്ട് പാത്ത് വെച്ചിട്ട് സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഞാൻ ഇങ്ങോട്ടേക്കൊരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമ്മൾ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പുതിയ സ്പേസിലേക്ക് മൂവ് ചെയ്തു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതൊരു പുതിയ ലെയറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പെൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നത്. പെൻ ടൂളിൽ പാത്ത്, ആദ്യം പെൻ ടൂൾ എടുക്കുക, പെൻ ടൂളിൽ പാത്ത് എടുക്കുക.
പാത്ത് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്നു, പെൻ ടൂള് മൂവ് ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൂവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ കണ്ടില്ലേ, ഞാനിതിൻ്റെ ആംഗിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ഷേപ്പിൽ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഒരു കേവിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ സ്റ്റെപ്പ് ബാക്ക് അടിക്കുകയാണ്. ഇവിടെയുള്ള സമയത്ത് സാധാരണ നമ്മൾ ആങ്കർ പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആങ്കർ പോയിൻ്റാണ് ഡിലീറ്റ് ചെയ്യുക. അതുകൊണ്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആങ്കർ പോയിന്റിൽ വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആംഗിളിൽ നിന്ന് ഒരു ആംഗിൾ കട്ടായി പോയത് കാണാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നേരത്തെ പോലെയല്ല, ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത പോയിന്റിൽ പോകുമ്പോഴോ ഇതേ പ്രശ്നം അവിടെയും വരും. കണ്ടില്ലേ ഡയറക്ഷൻ മാറിയത്. ആ ഡയറക്ഷൻ നേരെ ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് അടിക്കുന്നു, ഇതിൽ സെൻറ്ററിൽ വരുന്നു, നമ്മളുടെ സെൻറ്ററിലുള്ള ആങ്കർ പോയിന്റിൽ വരുന്നു, ഓൾട്ട് പ്രസ് ചെയ്യുന്നു, മൗസിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ ഒരു ആംഗിൾ ഡിലീറ്റ് ആയി. ഇതേ രീതിയിൽ നമുക്ക് ഈ പിക്ചർ മൊത്തം സെലക്ട് ചെയ്യാം. ഈ പിക്ചർ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പിക്ചർ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് മേക്ക് സെലക്ഷൻ ചെയ്യുന്നത് ഇപ്പോൾ പാത്ത് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തത്. മേക്ക് സെലക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലെയറിൽ ചാനൽ പാത്ത് എന്നുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാനതിൽ പാത്ത് സെലക്ട് ചെയ്യുന്നു, പാത്തിൽ വർക്ക് പാത്ത് എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്ന് ചെയ്ത സമയത്തും ഇവിടെ വന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പുതിയതൊരെണ്ണം സെലക്ട് ചെയ്യുന്ന സമയത്ത് മുമ്പ് ചെയ്തത് പോകും. അപ്പം ഞാൻ ഈ വർക്ക് പാത്തിൽ വന്നു ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പേര് കൊടുക്കാം. ഞാനിവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അതവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി ഞാൻ ലെയറിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് കാണാം ഞാനിപ്പോൾ ഇവിടെ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാൻ മേക്ക് സെലക്ഷൻ കൊടുക്കുന്നു. ഫെദർ ചോദിക്കുന്നുണ്ട്, ഫെദർ ഇപ്പോൾ 0ൽ ഫസ്റ്റ് കാണിക്കാം, ഓക്കെ കൊടുക്കുന്നു. ഇത് ഫെദർ ഇല്ലാതെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മാസ്ക് കൊടുക്കുകയാണ്, ആഡ് ലെയർ മാസ്ക്. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ പുറകിലുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. കൃത്യം പിക്ചർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ഫെദർ കൊടുക്കാത്ത ഒരു പിക്ചറാണ്. ഇനി ഫെദർ കൊടുത്താൽ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സെലക്ഷൻ ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു, ഫെദർ ഒരു 10 കൊടുക്കുക, കുറച്ച് കൂട്ടി കൊടുക്കുകയാണ് 10, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നേരത്തെ കണ്ടതിലും കുറച്ചും കൂടി വ്യത്യാസമായിട്ടാണ് ഈ സെലക്ഷൻ കാണിക്കുന്നത്. ഇനി ഞാൻ മാസ്ക് കൊടുക്കുകയാണ്. ചുറ്റുവട്ടം നേരത്തെ കണ്ടതുപോലെയല്ല, നേരത്തെ ഒന്ന് ഷാർപ്പായിട്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് ബ്ലറായ പോലെ മങ്ങിയ പോലെ സ്പ്രെഡായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾക്ക് ഇപ്പം വീണ്ടും ഒരു പിക്ചറാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. എത്ര ലെയർ വേണേലും ഇതുപോലെ ചെയ്യാം. നമ്മൾക്കതിനെ മാസ്ക് ചെയ്യാം, എന്നിട്ട് രണ്ടും കൂടി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാത്ത് നേരത്തെ കണ്ട പോലെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇതേപോലെ തന്നെ നമ്മൾക്കൊരു ഏരിയ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പെൻ ടൂൾ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു.